ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 200 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിൻ്റെ വേഗത എത്രയാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 30 കിലോമീറ്റർ പെർ ഹവർ, 20 കിലോമീറ്റർ പെർ ഹവർ, 25 കിലോമീറ്റർ പെർ ഹവർ, 35 കിലോമീറ്റർ പെർ ഹവർ. ഉത്തരം എത്രയാണ്? നമ്മൾ കാണുക, കാറിൻ്റെ വേഗത കാണണമെങ്കിൽ വേഗത ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ സമയം കണ്ടാൽ മതി. ദൂരം എത്രയാണ്? 200 കിലോമീറ്റർ. അപ്പോൾ 200 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 8 ഹവർ ഈക്വൽ ടു എത്രയാണ്? 25 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ ഒരു കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 25 കിലോമീറ്റർ പെർ ഹവറാണ്. അടുത്ത ചോദ്യം: ഒരാൾ 8 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സൈക്കിൾ ചവിട്ടുന്നുവെങ്കിൽ 5.5 മണിക്കൂർ കൊണ്ട് അയാൾ എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൂരമാണ് കാണേണ്ടത്. അപ്പോൾ ദൂരം കാണുമ്പോൾ ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ വേഗത എത്രയാണ്? 8 ഇൻറ്റു സമയം 5.5, 5.5 ഈക്വൽ ടു 44 കിലോമീറ്റർ. അപ്പോൾ ആൻസർ 44 കിലോമീറ്റർ. 15 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി 3 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഓപ്ഷൻസ് ഉണ്ട്: 168 കിലോമീറ്റർ, 162 കിലോമീറ്റർ, 180 കിലോമീറ്റർ, 200 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കാണണമെങ്കിൽ ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ നമ്മുടെ വേഗത ഇൻറ്റു സമയം കൊണ്ട് ഗുണിച്ചാൽ ദൂരം കിട്ടും. പക്ഷേ ഇവിടെ മീറ്റർ പെർ സെക്കൻഡാണ്. ഈ മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ വേഗത ഇൻറ്റു സമയം കണ്ടാൽ മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 15 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 54 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. 15 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 54 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ കിലോമീറ്റർ പെർ ഹവർ കിട്ടി 54. നമ്മളോട് 1 മണിക്കൂർ കൊണ്ട് തീവണ്ടി സഞ്ചരിച്ച ദൂരം അപ്പോൾ നമ്മളെങ്ങനെ കാണാം? 54. 1 മണിക്കൂർ കൊണ്ട് 54 കിലോമീറ്റർ പെർ ഹവറാണ്. ഇനി നമ്മളോട് 3 മണിക്കൂർ കൊണ്ട് തീവണ്ടി സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 54 ഇൻറ്റു 3 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം കാണണമെങ്കിൽ 54 ഇൻറ്റു 3 ഈക്വൽ ടു 162 കിലോമീറ്റർ. അപ്പോൾ ആൻസർ എത്രയാണ്? 162 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ്. 3 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്? അപ്പോൾ 162 കിലോമീറ്റർ സഞ്ചരിക്കുന്നു.